അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് the trends in M3+/M2+ standard electrode potential. മെറ്റൽ 3+ അയോണുകളായിട്ട് ഇരിക്കുന്നത് മെറ്റൽ 2+ അയോണുകളായിട്ട് മാറുമ്പോൾ ഉണ്ടാവുന്ന സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിൻ്റെ ട്രെൻഡ് എങ്ങനെയാണെന്നാണ്. അതിനായിട്ട് നമുക്ക് ഡി ബ്ലോക്ക് എലമെൻസിൽ തന്നെ ചില മെറ്റൽസിനെ കൺസിഡർ ചെയ്യാം. ആദ്യമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സ്കാൻറ്റിയത്തിനെയാണ്. അപ്പോൾ സ്കാൻറ്റിയം ആറ്റോമിക് നമ്പർ 21 വരുന്ന ഒരു എലമെൻ്റ് ആണെന്ന് അറിയാം. അതിൻ്റെ മാക്സിമം ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആണെന്നും അറിയാം. അറിവ് വെച്ചുകൊണ്ട് ഇതൊന്ന് നോക്കൂ. E0 വാല്യൂ ഫോർ സ്കാൻറ്റിയം 3+ to scantium 2+ is very low. This reflects that scantium 3+ is highly stable and it is having noble electronic configuration. അതായത് സ്കാൻറ്റിയം 3+ അയോണുകളെ സ്കാൻറ്റിയം 2+ ആക്കി മാറ്റുന്നതിൻ്റെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ പരിശോധിക്കുമ്പോൾ അതിൻ്റെ വാല്യൂ വളരെ കുറവാണ്, അല്ലെങ്കിൽ ലോ വാല്യൂ ആണ്. എന്താണ് അതിനർത്ഥം? ലോ വാല്യൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സ്കാൻറ്റിയം 3+ അയോണുകൾ വളരെയധികം സ്റ്റേബിളാണ്. സ്കാൻറ്റിയം 3+ സ്റ്റേറ്റിലിരിക്കുമ്പോൾ വളരെ സ്റ്റേബിളാണ്. മാത്രവുമല്ല അതിന് നോബിൾ ഗ്യാസ് കോൺഫിഗറേഷനും ആയിട്ടാണ് അത് എക്സിസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ അടുത്ത ഒരു എലമെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് സിങ്ക് ആണ്. അപ്പോൾ സിങ്കിൻ്റെ സിങ്ക് 3+ അയോണുകളെ സിങ്ക് 2+ അയോണുകളാക്കി മാറ്റുമ്പോൾ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് വളരെ ഹൈ ആയിട്ടാണ് കാണുന്നത്. അതിനർത്ഥം സിങ്ക് 2+ അയോണുകളാണ് കൂടുതൽ സ്റ്റേബിൾ. നമുക്കറിയാം അല്ലേ, സിങ്ക് 2+ അയോണുകൾ എന്ന് പറയുമ്പോൾ D10 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. അതുകൊണ്ട് തന്നെ അത് വളരെയധികം സ്റ്റേബിളായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, M3+ അയോണുകൾ M2+ അയോണുകളായിട്ട് മാറുന്ന E0 വാല്യൂ ലോവർ വാല്യൂ ആണെങ്കിൽ M3+ ആണ് മോർ സ്റ്റേബിൾ. എന്നാൽ M3+ M2+ ആയിട്ട് മാറുമ്പോഴുള്ള E0 വാല്യൂ വളരെ ഹൈ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? 2+ അയോണുകളാണ് മോർ സ്റ്റേബിൾ. ഈ ഒരു കൺസിഡറേഷനിൽ വേണം ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ പഠിക്കാനായിട്ട്. അങ്ങനെയാണെങ്കിൽ അടുത്ത ഒരു എലമെൻറ്റിനെ കൺസിഡർ ചെയ്യാം. മാംഗനീസ് ആണ് അടുത്ത എലമെൻറ്റ്. അല്ലെങ്കിൽ മാംഗനീസ് അയോണുകളെ Mn3+ അയോണുകളെ Mn2+ അയോണുകളാക്കി മാറ്റുന്നതിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ പരിശോധിച്ചാൽ ഇത് ഒരു ഹൈ വാല്യൂ ആണ്. ഇപ്പം എന്താണ് അതിൻ്റെ അർത്ഥം? M2+ അയോണുകൾ Mn3+ അയോണുകളേക്കാൾ കൂടുതൽ സ്റ്റേബിൾ ആണ്. എന്തായിരിക്കും സ്റ്റേബിൾ ആയിരിക്കാനുള്ള കാരണം? മാംഗനീസ് 2+ അയോണുകൾക്ക് D5 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. സോ അതിനെന്തുണ്ട്? എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഉണ്ട്. അടുത്ത ഒരു എലമെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് അയേണിനെയാണ്. Fe3+/Fe2+. ഇതിൻ്റെ E0 വാല്യൂ വളരെ ലോ വാല്യൂ ആയിട്ടാണ് കാണപ്പെടുന്നത്. ഇതിൻ്റെ അർത്ഥം അയേൺ Fe3+ സ്റ്റേറ്റിലാണ് കൂടുതൽ സ്റ്റേബിൾ. എന്താണ് Fe3+ സ്റ്റേറ്റിൽ കൂടുതൽ സ്റ്റേബിൾ ആവുന്നത്? ഇൻ Fe3+ സ്റ്റേറ്റ് അയേൺ ഈസ് ഹാവിങ് D5 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഹാഫ് ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. സോ Fe3+ ഈസ് മോർ സ്റ്റേബിൾ. മറ്റൊരു എലമെൻറ്റ് വനേഡിയം ആണ്. വനേഡിയം 3+നെ വനേഡിയം 2+ ആക്കി മാറ്റുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇതിൻ്റെ E0 വാല്യൂയും ലോ വാല്യൂ തന്നെയാണ്. എന്താണ് ലോ വാല്യൂവിൻ്റെ അർത്ഥം? അതെ, വനേഡിയം 3+ ആണ് കൂടുതൽ സ്റ്റേബിൾ. എന്താണ് വനേഡിയം 3+ കൂടുതൽ സ്റ്റേബിൾ ആവാനുള്ള കാരണം? വനേഡിയം 3+ന് ഹാഫ് ഫിൽഡ് T2G ലെവൽ എന്നാണ്. വനേഡിയം 3+ അയോണുകൾക്ക് ഹാഫ് ഫിൽഡ് T2G ലെവലാണ്. T2G ലെവൽ എന്താണെന്ന് നമ്മൾ അടുത്തൊരു ചാപ്റ്ററിലാണ് പഠിക്കുന്നത്. കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ചാപ്റ്ററിൽ നമ്മൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കുക, വനേഡിയം 3+ ചേഞ്ചസ് ടു വനേഡിയം 2+ ഈസ് having very low value because vanadium 3+ is more stable as compared to vanadium 2+ because of half filled T2G എന്ന് ഓർക്കണം.